ഒറ്റ രാത്രി കൊണ്ട് സമ്പന്നരാകും. കുംഭത്തിൽ ശനി ബുധ സംയോഗം. അസ്തമയത്തിലും കരുത്തുകാട്ടി നീതിദേവൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭദ്രേ നാരായണ. വേദ ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളുടെ ചലനങ്ങൾ സമയാധിഷ്ഠിതമാണ്. ഓരോ ഗ്രഹവും സഞ്ചരിക്കുന്നത് അവയുടെ സഞ്ചാരകാലത്തിന് അനുസൃതമായാണ്. 12 രാശികളിൽ ഓരോന്നിലൂടെ സഞ്ചരിക്കുന്നതും നക്ഷത്രങ്ങൾ മാറുന്നതും രാശിചക്രം പൂർത്തിയാക്കുന്നതും ഇതിന് അനുസൃതമായാണ്. ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ ഫെബ്രുവരി 11 കുംഭം രാശിയിലേക്ക് എത്തുകയാണ്. ശനിയുടെ സ്വക്ഷേത്രമാണ് കുംഭം. ഫെബ്രുവരിയിൽ കുംഭം രാശിയിൽ ശനിയുടെ അസ്തമയവും നടക്കുന്നുണ്ട്. ഫെബ്രുവരിയിലെ ഈ മാറ്റങ്ങൾ 12 രാശികളെയും വ്യത്യസ്ത രീതിയിലായാണ് സ്വാധീനിക്കുക. അടുത്ത മാസം കുംഭം രാശിയിൽ നടക്കാൻ പോകുന്ന ശനി ബുധ സംയോഗം ഏതെല്ലാം രാശികൾക്കാണ് ഗുണം നൽകുക എന്ന് നമുക്കൊന്ന് നോക്കാം. മകേരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ. ബുധനും ശനിയും കുംഭം രാശിയിൽ ഒന്നിച്ചു വരുന്നത് മിഥുനം രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങളേകും. ഈ രാശിയുടെ 9ാം ഭാവത്തിലാണ് ഈ സംയോഗം നടക്കാൻ പോകുന്നത്. ഭാഗ്യവുമായി ബന്ധപ്പെട്ട ഭാവമാണ് 9. ഈ അപൂർവ സംയോഗത്തിലൂടെ മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. ചിലപ്പോൾ വിദേശത്തേക്ക് പോയെന്ന് വരാം. ജോലിയിൽ പ്രമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പല ഇടപാടുകളിൽ നിന്നും ലാഭം വന്നെത്തും. ഭാഗ്യത്തിന്റെ പരിപൂർണ പിന്തുണ ഉള്ളതിനാൽ വലിയ ഓർഡറുകളോ കരാറുകളോ ഇവരെ തേടിയെത്തും. സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുന്ന സമയമായിരിക്കും ഇത്. ഇവരുടെ സമ്പാദ്യം വളരും. ദാമ്പത്യ ജീവിതവും പ്രണയ ജീവിതവും സുഖകരവും സന്തോഷകരവുമായിരിക്കും. പങ്കാളിക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ താല്പര്യപ്പെടും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം, കാൽ. ബുധന്റെയും ശനിയുടെയും സംയോഗം ചിങ്ങം രാശിയുടെ 7ാമത്തെ ഭാവത്തിലാണ് നടക്കുന്നത്. അവരുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഉദ്യോഗ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കും. കരിയറിൽ ക്രമാനുഗതമായ വളർച്ച പ്രകടമാകും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പുതിയ കരാറുകളിലൂടെയും ഓർഡറുകളിലൂടെയും സാമ്പത്തിക നേട്ടം കൈവരിക്കാനാകും. ബിസിനസ്സിൽ കൂടുതൽ അച്ചടക്കവും മികച്ച മാനേജ്മെന്റും സാധ്യമാകും. ചിങ്ങം രാശിക്കാരുടെ കഠിനാധ്വാനം തിരിച്ചറിയപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന സമയം കൂടിയാണിത്. സാമ്പത്തിക ലാഭത്തിനൊപ്പം ചിലവ് കുറയുകയും ചെയ്യുന്നതിലൂടെ ഈ രാശിക്കാർക്ക് സമ്പാദ്യത്തിനായി നിശ്ചിത തുക നീക്കിവെക്കാൻ സാധിക്കും. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും ഫെബ്രുവരിയിൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. തുലാം രാശി. ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ. ബുധന്റെയും ശനിയുടെയും സംയോഗം തുലാം രാശിക്കാർക്കും ജീവിതത്തിൽ അനുകൂല സമയമായി മാറും. ഇവരുടെ 5ാം ഭാവത്തിലാണ് ഈ സംയോഗം നടക്കുന്നത്. ഇത് ആളുകളുടെ ജീവിതത്തിൽ വ്യക്തമായ പ്രതിഫലനം ഉണ്ടാക്കും. തുലാം രാശിയിൽ ജനിച്ചവർക്ക് ഈ കാലയളവിൽ കൂടുതലായി ആത്മീയ കാര്യങ്ങളിൽ മുഴുകും. മതപരമായ ചടങ്ങുകളിലും പങ്കെടുക്കും. ഈ രാശിക്കാർക്ക് കൂടുതൽ ആത്മവിശ്വാസം അനുഭവപ്പെടും. ജോലി സ്ഥലത്ത് അംഗീകാരവും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. ഓഹരി വിപണി നിക്ഷേപം നടത്തിയവർക്ക് ഈ കാലയളവിൽ അപ്രതീക്ഷിത ലാഭം കൈവരും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. പങ്കാളിക്കൊപ്പം സമയം ചിലവഴിക്കാൻ താല്പര്യപ്പെടും. തുലാം രാശിക്കാരുടെ ആരോഗ്യം തൃപ്തികരമായി തുടരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഭദ്രേ നാരായണ.